മാത്രമല്ല, ഇന്ന് നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും. ഈ സസ്പെൻഷൻ കാലയളവിൽ ഞങ്ങൾ പാർലമെന്റിൽ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും സഭാരേഖയിൽ നിന്ന് ഇപ്പൊ നീക്കം ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ എനിക്ക് 18-ാം തീയതിയാണ് സസ്പെൻഷൻ വന്നതെങ്കിൽ 18-ാം തീയതി മുതൽ ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിനും ഇനി റെക്കോർഡില്ല. കാരണം ആ സമയത്ത് സസ്പെൻഷൻ ആയതുകൊണ്ട് അത് മുഴുവൻ ഒഴിവാക്കി. അത് മാത്രമല്ല രസകരമായിട്ടുള്ള കാര്യം, എൻ്റെയൊക്കെ സസ്പെൻഷൻ കാലാവധി എന്ന് പറഞ്ഞാൽ 22-ാം തീയതി സഭ പിരിയുന്നവരെയാണ്. 21-ാം തീയതി എന്നെ സഭ പിരിഞ്ഞു. സഭ പിരിയുമ്പോൾ സസ്പെൻഷൻ അവസാനിച്ചു. പക്ഷേ പാർലമെന്റ് നടപടികൾ അവസാനിപ്പിച്ചുകൊണ്ടുള്ള രാഷ്ട്രപതിയുടെ ഉത്തരവ് ഈ നിമിഷം വരെയും പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് ഏറ്റവും വലിയ ധനകാര്യ കമ്മിറ്റി ആയിട്ടുള്ള എസ്റ്റിമേറ്റ് കമ്മിറ്റിയിൽ അംഗമാണ് ഞാൻ. എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ തെളിവെടുപ്പ് ഇന്നലെ തിരുപ്പതി, ഇന്ന് ബാംഗ്ലൂര്, മറ്റന്നാൾ ഗോവയിലൊക്കെ നടക്കുക. പക്ഷേ പാർലമെന്റ് അവസാനിപ്പിച്ചു എന്നുള്ള രാഷ്ട്രപതിയുടെ ഉത്തരവ് ഇറങ്ങാത്ത സാഹചര്യത്തിൽ എന്നെപ്പോലുള്ളവർക്ക് കമ്മിറ്റിയിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഏകപക്ഷീയമായി ഭരണകക്ഷി മാത്രം പാർലമെന്റിന്റെ ഏറ്റവും വലിയ ധനകാര്യ കമ്മിറ്റിയിൽ പ്രതിപക്ഷമില്ല, മുഴുവൻ ഭരണകക്ഷിക്കാരായിട്ടുള്ള ഒരവസ്ഥയാണ് ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളത്. ഇതിനെല്ലാം പുറമെയാണ് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ നടക്കുന്ന പ്രവർത്തനം. അതൊക്കെ സത്യം പറഞ്ഞാൽ BJP ഒരുക്കുന്ന ചതിക്കുഴികളാണ്. ഇപ്പോൾ 1977 നമുക്ക് അധികാരം നഷ്ടപ്പെട്ട് നമ്മൾ 80-ൽ അധികാരത്തിൽ വന്ന കാലഘട്ടമല്ല ഇന്നത്തെ കാലഘട്ടം. കാരണം അന്ന് വർഗീയതയ്ക്ക് ഒരു പരിധി ഉണ്ടായിരുന്നു. ഇന്ന് പരിധിയില്ലാത്ത തോതിലുള്ള വർഗീയതയാണ് ഇന്ത്യ ഭരിക്കുന്നവർ പ്രചരിപ്പിക്കുന്നത്. ഇപ്പം തന്നെ ഹിന്ദുമത വിശ്വാസമനുസരിച്ച് യാതൊരു കാരണവശാലും ഭരണകർത്താക്കളല്ല ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യണം. ഒരു ക്ഷേത്രം രാജ്യത്തിന് സമർപ്പിക്കുമ്പോൾ അത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തന്ത്രികളോ അല്ലെങ്കിൽ ട്രസ്റ്റ് ബോർഡ് അംഗങ്ങളോ ആണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുക. ഇവിടെ ശ്രീരാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നത് നരേന്ദ്രമോദിയാണ്. അത് ശരിക്ക് ഹിന്ദുമത ആചാരം അനുസരിച്ച് തന്നെ ചെയ്യാൻ പാടില്ല. കാരണം ശ്രീരാമന്റെ അമ്പലം, ശ്രീരാമൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ഭരണാധികാരിയായപ്പോൾ ജനങ്ങളുടെ ചില സംശയത്തിന്റെ പേരിൽ സീതയെ ഉപേക്ഷിച്ച കാലത്താണ് അദ്ദേഹം യാഗം നടത്തിയത്. പക്ഷേ യാഗം നടത്തുന്ന ഒരു നിയമമുണ്ട്, ഭാര്യ ഉണ്ടായിരിക്കണം, സമീപത്ത് ഭാര്യ ഉണ്ടായിരിക്കണം. അപ്പോൾ സീതയെ ഉപേക്ഷിക്കുകയും ചെയ്തു, എന്നാൽ ഭാര്യയില്ലാതെ യാഗം നടത്താൻ നിവൃത്തിയില്ല. അപ്പോൾ സീതയുടെ മനസ്സിലുണ്ടായത് എന്താണ് ശ്രീരാമൻ ചെയ്യുക എന്നൊരു ഭയം സീതയ്ക്കുണ്ടായിരുന്നു. പക്ഷേ ഏക ഭാര്യയിൽ വിശ്വസിച്ചിരുന്ന ശ്രീരാമൻ സീതയുടെ പ്രതിമ അടുത്ത് വെച്ചിട്ടാണ് ആ യാഗം നടന്നത്. ഇവിടെ മോഡിയുടെ ഭാര്യ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവരെ താലി കിട്ടിയതിന് ശേഷം ഉപേക്ഷിക്കുകയാണ്. എന്തിനുപേക്ഷിച്ചു എന്ന് മോഡിക്ക് അറിഞ്ഞുകൂടാ, അദ്ദേഹത്തിന്റെ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള ഭാര്യയ്ക്ക് അറിഞ്ഞുകൂടാ. ഏതാണ്ട് 2014 വരെ അദ്ദേഹം പല ഇലക്ഷനിൽ മത്സരിച്ചു. നോമിനേഷൻ കൊടുത്തപ്പോൾ ഭാര്യ ഉണ്ടോ ഇല്ലയോ, വിവാഹിതനാണോ അല്ലയോ എന്ന കോളം അദ്ദേഹം ബ്ലാങ്ക് ആയിട്ട് വിട്ടു. പക്ഷേ 2019 ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് എഴുതുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതുക. ഇല്ല എന്ന് എഴുതി കഴിഞ്ഞാൽ കുടുങ്ങിപ്പോകും. കാരണം ഭാര്യ ജീവിച്ചിരിപ്പുണ്ട്, ഡൈവോഴ്സ് ചെയ്തിട്ടില്ല. അപ്പോൾ ഉണ്ട്, ഭാര്യയുടെ പേരും എഴുതി. പക്ഷേ ഭാര്യ ഇന്ന് വരെ അദ്ദേഹം ഇന്നത്തെ മോഡിയുടെ ആ രൂപം കണ്ടിട്ടില്ല. കല്യാണം കഴിച്ച കാലത്തെ രൂപം മാത്രമേ അവരുടെ ഓർമ്മയുള്ളൂ. ഇപ്പം TV-യിലൊക്കെ അവർ കാണും. പക്ഷേ മോഡിയുടെ ഭാര്യയ്ക്ക് അദ്ദേഹത്തിനെ കണ്ടാൽ മനസ്സിലാവും, അദ്ദേഹത്തിന് ഭാര്യയെ കണ്ടാൽ മനസ്സിലാവില്ല. അപ്പം അങ്ങനെ ഒരു വ്യക്തിയാണ് ശ്രീരാമന്റെ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത്. ജീവിച്ചിരിപ്പുള്ള ഭാര്യ ഉപേക്ഷിച്ച, ഒരു കാരണം കൂടെ ഉപേക്ഷിച്ച വ്യക്തിക്ക് എന്ത് യോഗ്യതയാണ് ഈ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ? അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു രാഷ്ട്രീയ നാടകത്തിൽ നമ്മൾ കയറി ചാടണ്ടെന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഒരു പൊതുവായിട്ടുള്ള വികാരം എന്ന് പറയും. പക്ഷേ നമ്മൾ ഒരു കാര്യം കൂടെ ആലോചിക്കണം, നമ്മൾ ഇന്ത്യ മുന്നണിയെ നയിക്കുന്നവരാണ്. ആ ഇന്ത്യ മുന്നണിയിലെ ചിലർ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അധികം MP-മാരുള്ള സ്റ്റേറ്റ് UP ആണ്. 80ഓളം MP-മാരുണ്ട് അവിടെ. അവിടെ ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ് അല്ല. അവിടെ കോൺഗ്രസ് അത്ര ശക്തമല്ല. ഇപ്പോൾ അവിടെ സമാജ്വാദി പാർട്ടിയാണ് മുന്നണിയെ നയിക്കുന്നത്, അവർ പങ്കെടുക്കുന്നുണ്ട്.
മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചില ഇനിയിപ്പോൾ ബാക്കി കക്ഷികളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. അപ്പൊ എല്ലാവരുമായിട്ട് ആലോചിച്ച് ആ തീരുമാനം എടുക്കാൻ ഇനി സമയമുണ്ടല്ലോ. ജാനുവരി 22 വരെയില്ലേ. പക്ഷേ ചിലർക്ക് ഉടനെ തീരുമാനം എടുക്കണം. മാർക്സിസ്റ്റ് പാർട്ടി പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു, CPI പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു. അവരൊക്കെ ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നവരൊന്നുമല്ല. അവര് എന്താ സഗൗരവം കേരളത്തിലും ദൃഢപ്രതിജ്ഞ ഇന്ത്യയിലും ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ളവർ പറയുന്ന പോലെ നമ്മുടെ കൂട്ടത്തിൽ എല്ലാ വിഭാഗക്കാരും ഉണ്ടല്ലോ. വിശ്വാസികളും നമ്മുടെ കൂട്ടത്തിലുണ്ട്, അവിശ്വാസികളും ഉണ്ട്. ഇപ്പൊ കെ കരുണാകരൻ, ഉമ്മൻചാണ്ടി എന്നൊക്കെ പറഞ്ഞാൽ വിശ്വാസികളായിരുന്നു. AK ആന്റണിക്ക് അത്ര വിശ്വാസമില്ല. വക്കം പുരുഷോത്തമനും ഡോക്ടർ കുട്ടപ്പനെ പോലുള്ളവർക്ക് ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇവരെല്ലാം ഈ പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചവരല്ലേ. അപ്പൊ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് ഒരു അന്തിമ തീരുമാനം എടുക്കാൻ അതിന് സമയമുണ്ട്. ഇപ്പോൾ ഡിസംബർ മാസം 28 ഉള്ളൂ. ഇത് നടക്കാൻ പോകുന്ന ജനുവരി 22. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ BJP കുഴിക്കുന്ന കുഴിയിൽ നമ്മൾ വിടാൻ പാടില്ല. എന്നാൽ അതേ സമയത്ത് ഇപ്പോൾ ഈ CPM-മാർ ഭരിക്കുന്ന കേരളത്തിൽ 2 ന്യൂനപക്ഷക്കാരെയല്ലേ മന്ത്രിസഭയിൽ നിന്ന് മാറ്റിയത്. അതിലാർക്കൊരു പരാതിയില്ലല്ലോ. അതിൽ ക്രിസ്ത്യാനികൾ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വിഭാഗമാണ് ലാറ്റിൻ കാത്തലിക് എന്ന് പറയുന്നത്. ആ ലാറ്റിൻ കാത്തലിക്കിന്റെ മന്ത്രിയെയാണ് ക്രിസ്മസിന്റെ തലേന്ന് പുറത്താക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത് നമ്മളാണ് ചെയ്തെങ്കിലും ഇന്നിപ്പോ മതസംഘടനകളെ ബഹളങ്ങളായി കുറ്റപ്പെടുത്തല ഇപ്പൊ ആർക്കും ഒരു അനക്കവുമില്ല. പക്ഷെ ഇപ്പോഴും നമ്മൾ കേരളത്തിൽ ഇന്ത്യയിലൊന്നും അധികാരത്തിലില്ലാത്ത നമ്മൾ അവിടെ നിന്നാണ് ചിലർ പറഞ്ഞാൽ നല്ല ആ സെഷനൊക്കെ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മൾ ആരോടും വിരോധം കാണിക്കുന്നവരല്ല. പക്ഷേ BJP ഒരുക്കുന്ന ചതിക്കുഴിയിൽ സ്വയം പോയി ചാടുന്നതല്ല ബുദ്ധി. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഇവരുടെ കപട രാഷ്ട്രീയം തുറന്നു കാണിക്കുന്നതാണ് ബുദ്ധി. അപ്പം ആ രീതിയിലുള്ള തീരുമാനം തന്നെ ദേശീയ നേതൃത്വം എടുക്കുക. നമ്മൾ വളരെ വ്യക്തമായിട്ട് കേരള ഘടകം പറഞ്ഞിട്ടുണ്ട്. 22 ഒന്നാമത് നരേന്ദ്രമോദിയുള്ള സ്ഥലത്തൊന്നും ശ്രീരാമൻ ഉണ്ടാവില്ല. കാരണം ശ്രീരാമൻ്റെ പ്രവൃത്തിയുടെ ഘടകവിരുദ്ധം പ്രവർത്തിക്കുന്ന ആളാണ്. ആദ്യം ഉദ്ഘാടനം ചെയ്ത് പോകുന്നവരെ ശ്രീരാമൻ്റെ ഒരു പൊടി പോലും അമ്പലത്തിൽ ഉണ്ടാവില്ല. അപ്പം നമ്മളവിടെ പോയിട്ടൊന്നും ഒരു കാര്യവുമില്ല. എന്തായാലും അമ്പലം കെട്ടിയെന്ന് വന്നിട്ട് കുറേ ആൾക്കാർ ആൾക്ക് വോട്ട് ചെയ്യും. അവരാരും മറിച്ച് വോട്ട് ചെയ്യാനും പോകുന്നില്ല. അതുകൊണ്ട് ജനുവരി 22 പാർട്ടി പങ്കെടുക്കേണ്ട എന്നുള്ള നിലപാട് തന്നെയാണ് കേരള ഘടകത്തിനുള്ളത്. അത് അറിയിക്കേണ്ട സ്ഥലത്ത് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അതിനനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാവുമെന്നാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചതിക്കുഴികളിൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തിട്ട് ചാടിക്കിടക്കണം. അതല്ലാതെ അതിൽ പോയിട്ട് ചാടി കുഴിയിലാവുന്നതല്ല ബുദ്ധി. എന്നെ കുഴിയിലാക്കിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചതിക്കുഴികൾ ചാടിക്കിടക്കുന്നതാണ് ഒരു പ്രസ്ഥാനത്തിൻ്റെ ബുദ്ധി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സ്ഥാപിച്ച കാലം മുതൽ ഈ 139 വർഷവും ഒരു വിശ്രമമില്ലാതെ ചതിക്കുഴികളെ അതിജീവിച്ച പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ആ പാർട്ടിക്ക് ക്ഷീണം സംഭവിച്ചാൽ പിന്നെ ഇന്ത്യയിൽ BJP-യുടെ തുടർഭരണമായിരിക്കും. കോൺഗ്രസിന് ക്ഷീണം പറ്റിയാൽ അങ്ങനെ സംഭവിച്ചാൽ എന്ത് പറ്റും? പ്രസിഡൻഷ്യൽ രീതിയിൽ നിന്ന് മാത്രമല്ല, കേരളത്തിനെ തന്നെ അവർ ഒന്ന് വെട്ടിമുറിക്കുക എന്നുള്ള കാര്യം പരിശോധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ പിന്നെ ആർക്കും ഒരു പരാതി ഉണ്ടാവില്ല. ഇപ്പോൾ കാശ്മീരിൽ കണ്ടില്ലേ ലഡാക്കിനെ കേന്ദ്രഭരണ പ്രദേശമാക്കിയത്? സുപ്രീം കോടതിയിൽ വരെ പോയി, രക്ഷ കിട്ടിയില്ല. അതുപോലെ ഇവിടെയൊക്കെ തീവ്രവാദ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇവർ വെട്ടിമുറിക്കാൻ ശ്രമിക്കും വീണ്ടും അധികാരത്തിൽ വന്നാൽ. അങ്ങനെയുള്ള സ്റ്റേറ്റിലാണ് ഇന്ന് കോൺഗ്രസ് ഏറ്റവും ശക്തമായിട്ടുള്ളതും കോൺഗ്രസിന് ഏറ്റവും അധികം MP-മാരുള്ളത്, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ. അവിടെ പാർട്ടിയെ ദുർബലമാക്കിയാൽ എന്താ ഫലം? അവിടെ ദുർബലമാക്കിയാൽ പകല് മതേതരത്വം പറയും, രാത്രി BJP ആയിട്ട് സഖ്യം ചെയ്യുന്ന CPM-നെ ഇവിടുന്ന് MP-മാരെ അയച്ചാൽ എന്താ ഫലം? ഒരു സംശയവും വേണ്ട, മോഡിക്ക് അനുകൂലമായിട്ട് പിണറായി തീരുമാനം എടുക്കും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, മോഡിയെ മാത്രമല്ല പിണറായിയെ ദുർബലമാക്കിയാൽ മാത്രമേ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരൂ. അതിന് ബുദ്ധിപൂർവ്വം നിലപാടെടുത്ത് നമ്മൾ മുന്നോട്ട് പോവുക. ഏതായാലും ന്യൂനപക്ഷങ്ങളുടെ വികാരങ്ങൾ മാനിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ആ രണ്ടും കോൺഗ്രസ് ഉപേക്ഷിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് ഈ തീവ്ര ഹിന്ദുത്വം, മൃദു ഹിന്ദുത്വം അങ്ങനത്തെ ഏർപ്പാടൊന്നുമില്ല. ശരിക്കുള്ള ഹിന്ദുമത വിശ്വാസം അനുസരിച്ചാണെങ്കിൽ മോഡി ചെയ്യുന്നതൊക്കെ ഇപ്പോൾ തെറ്റാണ്. അപ്പം അതുകൊണ്ട് ഹിന്ദുത്വത്തിനല്ല കുഴപ്പം,
മോഴിയുടെ ഗാന്ധിജി വിഭാവന ചെയ്ത ഹിന്ദുമത സിദ്ധാന്തം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന സംവിധാനമാണ്. ഹിന്ദുമതത്തിൽ പണ്ട് ശൈവന്മാരും വൈഷ്ണവന്മാരും ഉണ്ടായിരുന്നു. അവർ നമ്മുടെ തർക്കം മുമ്പേ ഉണ്ടായിട്ടുണ്ട്. അതിൽ ദൈവങ്ങളെ പോലും പരസ്പരം വിമർശിച്ചിട്ടുണ്ട് ഹിന്ദുമതത്തിൽ. അതല്ലാതെ ഇവർ പറയുന്ന പോലത്തെ തീവ്ര ഹിന്ദുത്വം ഒന്നും ഹിന്ദുത്വമല്ല. അതിനെ നേരിടാൻ ആരും ഇവിടെ മൃദുവായിട്ടുള്ള ഒന്നും പ്രയോഗിക്കുന്നുമില്ല. നമുക്ക് മൃദുവും വേണ്ട, തീവ്രവും വേണ്ട. വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പാർട്ടി മുന്നോട്ട് പോകും.